നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ സിനിമ കണ്ട് എൻ്റെ കിളി പോയി വന്നതാണ്. അപ്പോൾ നല്ലൊരു ചൂട് കട്ടൻ ചായ കുടിച്ചിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഓൾറെഡി സിനിമയുടെ റിവ്യൂസ് എല്ലാവരും കണ്ടു കാണും. പക്ഷേ എൻ്റെ റിവ്യൂ കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ദുരൂഹ സാഹചര്യത്തിൽ ഞാനും സിനിമ കണ്ടു. നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സിനിമയുടെ ഡയറക്ടർ. പുള്ളി റൈറ്ററും കൂടിയാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, എന്നാത്താൻ കേസുകോട്, നമ്മുടെ രതീഷ് മേനോനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 8 നിലയിൽ പൊട്ടി. പ്രൊഡ്യൂസറെ പറ്റിക്കാൻ വേണ്ടി എടുത്ത സിനിമ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നിരിക്കുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫനാണ്. പിന്നെ നമ്മുടെ ചാക്കോച്ചനും പ്രൊഡ്യൂസറാണ്. ഉദയ സ്റ്റുഡിയോയുടെ സംഭവം കാണിക്കുന്നത്. പഴയ ഓൾഡ് സിനിമ ഒക്കെ കാണുമ്പോൾ ഈ ഉദയ സ്റ്റുഡിയോയുടെ മറ്റേതുണ്ടല്ലോ, ഇങ്ങനെ കറങ്ങി വന്നിട്ട് ആ കോഴിയൊക്കെ നിൽക്കുന്ന ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, നമ്മുടെ ചാക്കോച്ചൻ ഈ സിനിമ എന്ത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ എന്നാത്താൻ കേസുകൂട് എന്ന സിനിമയിൽ ചാക്കോച്ചൻ്റെ അനായാസ പെർഫോമൻസ് ആണ്. സിനിമ ഗംഭീര വിജയം നേടിയ സിനിമയാണ്. ദിലീഷ് പോത്തനും നമ്മുടെ സജിൻ ഗോപനുമാണ് മറ്റ് 2 പ്രധാന താരങ്ങളായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയുണ്ട്. ശരണ്യ ആർ നായരാണ് സിനിമയിൽ നായികയായിട്ട്. നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്ന നമ്മുടെ ധവാൻ വിൻസെൻ്റ് ആണ്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന അർജുൻ സേതു. സിനിമോട്ടോഗ്രാഫി ചില പോർഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഇതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സേതു എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാരൻ്റെ ക്യാരക്ടറാണ് നമ്മുടെ ചാക്കോച്ചൻ ചെയ്യുന്നത്. ഈ പിരുകത്തിനൊരു ചെറിയൊരു വെട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ചുണ്ടിൻ്റെ അവിടെ എന്തോ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഈ എന്നാത്താൻ കേസുകൂടിൽ പുള്ളിയുടെ ആ ഒരു മേക്ക് ഓവർ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ വേറൊരു മേക്ക് ഓവറിലാണ് ഇതിനകത്ത് വരുന്നത്. ദിലീഷ് പോത്തൻ ഒറ്റ കിടപ്പാണ്. സിനിമ തുടങ്ങിയ കിടപ്പ്, അവസാനം പിന്നെ ആ കിടപ്പ് അവിടെ നിന്ന് എടുത്തോണ്ട് പോവുകയാണ്. സത്യത്തിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഉറക്കം വന്നിരുന്നിട്ട് ഞാൻ പിടിച്ചിരുന്ന്, കാരണം ഇത് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാണണമല്ലോ, അങ്ങനെ പിടിച്ചിരുന്നും ഫസ്റ്റ് ഹാഫ് കണ്ടു. ഉടനെ നമ്മുടെ ദിലീഷ് പോത്തൻ മൊബൈലിലൊരു മെസ്സേജ് അയക്കുകയാണ്, ഫസ്റ്റ് ഹാഫ് റിവ്യൂവിന് സമയമായി എന്നുള്ളത്. ഇടവേള. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പോലീസ് കഥാപാത്രം ചെയ്തിരിക്കുന്ന ചിദംബർ റാം എന്ന് പറയുന്ന ആളാണ്. പുള്ളിയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വില്ലനായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇടക്കൂന്ന് വന്നിട്ട് ഈ മാവോയിസ്റ്റ് സംഭവങ്ങൾ, ആദ്യം തന്നെ ഒരു ഭയങ്കര ഒരു ഫയറിങ് വെടിവെപ്പ് സംഭവം കാണിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്കൊരു പിടുത്തില്ല. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് നിന്നാത്താൻ കേസുകൂടൊക്കെ എടുത്തിട്ടുള്ള ആൾ തന്നെയാണോ ഈ സിനിമ ചെയ്തതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ സിനിമ കാണാം. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും അസ്ഥാനത്തൊക്കെ ഈ ഒരു കോമഡി പറഞ്ഞിട്ടെ ഒന്ന് ചിരിക്കാനൊന്നും നമുക്ക് തോന്നില്ല. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കോമഡിയും തോന്നിയില്ല, ത്രില്ലിങ്ങും തോന്നിയില്ല, ഒരു പുണ്ണാക്കും ഈ സിനിമ കണ്ടിട്ട് തോന്നിയില്ല എന്നുള്ള മഹാ വേസ്റ്റ്. ഒരു മലങ്കൾട്ട് എന്താ പറയുക, ഒരു അപരാധിച്ച സിനിമ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ചിട്ട്. ആകെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ജാഫർ ഇടുക്കിയുടെ ഒരു ഗെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ചാക്കോച്ചൻ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ചില രംഗങ്ങളിലൊക്കെ ചില ഭാവമാറ്റങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചാക്കോച്ചൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഭയങ്കര ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്ത് പറയാനായിട്ട് അത്ര നല്ല ഒരു സംഭവം സിനിമയ്ക്കകത്തില്ല എന്നുള്ളതാണ്. വിഷു റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലെത്തിയത്. മറ്റൊരു സിനിമ ആയിരുന്നു നമ്മുടെ ടൊവി നായകനായിട്ട് എത്തിയിട്ടുള്ള പള്ളിച്ചട്ടമ്പി എന്ന സിനിമ. അതും ഇതുപോലെ തന്നെ ഒരു ശോക സിനിമ. മീൻസ് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബോറടി ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കുക. അതിനകത്ത് പൊളിറ്റിക്സ് കുത്തിക്കയറ്റിയതാണ് ആ സിനിമ. ആ ഒരു രീതിയിലേക്ക് 1950 കാലഘട്ടം EMSൻ്റെ ആ ഒരു സംഭവമൊക്കെ കാണിച്ചതാണ് സിനിമ പലർക്കും ഇഷ്ടപ്പെടാതെ പോയെന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാനും ആ ഒരു സാഹചര്യത്തിൽ പെട്ട് കിളി പോയി വന്നതാണ്. പിന്നെ നമ്മുടെ സുധീഷ് ഇതിനകത്തൊരു ഡോക്ടറിൻ്റെ വേഷത്തിലെത്തുന്നുണ്ട്. രാജേഷ് മേനോനും ആ ഒരു സീനിൽ വരുന്നുണ്ട്. എന്തിനാണ് ഇവരെയൊക്കെ കൊണ്ടുവന്നതെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ലൊക്കേഷൻ അടിപൊളിയാണ്, ലൊക്കേഷൻ നൈസ് ലൊക്കേഷനാണ്. അതൊക്കെ നന്നായിട്ട് തോന്നി. സിനിമോട്ടോഗ്രാഫി അത്യാവശ്യം നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ ഇതിനകത്ത് ഒന്നുമില്ല പറയാൻ. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒന്നും പറയാനായിട്ട് ഇല്ല ഈ സിനിമയ്ക്കകത്ത്. എന്തിനോ വേണ്ടി എടുത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ദുരൂഹ സാഹചര്യത്തിൽ ഒരു കട്ടൻ ചായ കുടിക്കുകയാണ്.